എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 67ാമത്തെ പാർട്ടാണ്. എന്നാൽ നമുക്ക് പാർട്ടിയിലേക്ക് പോയാലോ? എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒന്ന് പാട്ടിയെ പറയടി, ശിവ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. കേൾക്കട്ടെ, എല്ലാരും കേൾക്കട്ടെ. ഞാനാണ് ഇതുപോലെ ചെയ്തെങ്കിൽ നീ ക്ഷമിക്കോ? അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്തും കാണിക്കാലോ. ചോദിക്കാതെ പോവാം, ഇഷ്ടമുള്ളത് ചെയ്യാം. നിങ്ങളെ കാണാതെ പേടിച്ചിരുന്ന ഞാനൊരു മണ്ടത്തി. അത് പറയുമ്പോൾ പാർവണിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എടി ഞാനൊന്ന് പറയട്ടെ, നീ ശബ്ദം ഒന്ന് കുറയ്ക്കാം ആദ്യം. അത് പറഞ്ഞ് ശിവ അവളുടെ വാ പൊത്തിപ്പിടിച്ചു. കണ്ണേട്ടാ, ഒരു പെൺകുട്ടി മുകളിൽ നിന്ന് ശിവയെ വിളിച്ച് താഴേക്ക് വന്നു. അത് കണ്ട് ശിവ പെട്ടെന്ന് പാർവണയിൽ നിന്ന് അകന്നു മാറി. എന്താ കണ്ണേട്ട ഇവിടെ ഒരു ബഹളം? അവൾ ശിവയുടെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല ശിവ, ശിവാനി നോക്കിക്കൊണ്ട് പറഞ്ഞു. ശിവയോ? അപ്പൊ ഇവളാണ് ആ ശിവാനി? ഇവനെന്തിനു ഇവള് ശിവ എന്നൊക്കെ വിളിക്കണേ? എന്നെ ഇതുവരെ ഇത്രയും സ്നേഹത്തിൽ വിളിച്ചിട്ടുണ്ടോ? എപ്പോഴും പാർവണാന്ന് മാത്രമേ വിളിക്കുള്ളൂ. പാർവണ ആത്മകഥിച്ചു. ഇതാരാ? ശിവാനി പാർവണിയെ നോക്കി ചോദിച്ചു. അത് പിന്നെ ശിവ എന്ത് പറയണമെന്നറിയാതെ നിന്നു. പാർവണ ശിവയുടെയും ദേവിയുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. പക്ഷെ അവർ രണ്ടുപേരും ഒന്നും പറയാതെ നിൽക്കുകയായിരുന്നു. ഞാൻ ശിവയുടെ ഇത് രാമച്ചനെ നോക്കാൻ വന്ന ഹോം നേഴ്സാണ്, പാർവണ പറയുന്നതിനിടയിൽ ശിവ കയറി പറഞ്ഞു. ഉറപ്പുണ്ട് വന്നപ്പോ ഇവൻ എന്നെ ഒറ്റടിക്ക് ഹോം നേഴ്സാക്കിയില്ലേ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ കാലമാടാ, പാർവണ ആത്മകഥിച്ചു. അപ്പോഴേക്കും രേവതി കയ്യിൽ ഒരു കുട്ടിയെയും എടുത്ത് സ്റ്റെയർ താഴേക്ക് ഇറങ്ങി വന്നു. കാണാൻ ഒരു 4 വയസ്സോളം ആ കുട്ടിക്ക് പ്രായം തോന്നിക്കും. ദേവു ചേച്ചിയെ കിട്ടിയപ്പോ റിയമോക്ക് എന്നെ വേണ്ടാലേ? ശിവാനി രേവതിയുടെ കയ്യിലുള്ള കുട്ടിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് ആൻറ്റീനെ ഒരുപാട് ഇച്ചായില്ലോ. ആൻറ്റിക്ക് എന്നെ ഇച്ച അല്ലേ ആൻറ്റി? ആ മോള് രേവതിയെ നോക്കി ചോദിച്ചതും രേവതി ആദ്യം നോക്കിയത് പാർവണിയുടെ മുഖത്തേക്കാണ്. അവളാണെങ്കിൽ ദേഷ്യത്തോടെ മുഖം വീർപ്പിച്ച് തന്നെ നോക്കി നിൽക്കാണ്. പറ ആൻറ്റി, ആ കുഞ്ഞ് വീണ്ടും ചോദിച്ചതും രേവതി പുഞ്ചിരിയോടെ അതേന്ന് തലയാട്ടി. അതുകൂടെ കണ്ടതും പാർവണ ദേഷ്യത്തോടെ സ്റ്റെയർ കയറി മുകളിലേക്ക് പോയി. കരയരുതെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചെങ്കിലും മുകളിൽ എത്തുമ്പോഴേക്കും കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. നിങ്ങൾ സംസാരിക്കും, ഞാൻ ഇപ്പോൾ വരാം. അത് പറഞ്ഞ് ശിവ വേഗത്തിൽ പാർവണയ്ക്ക് പിന്നാലെ പോയി. പാർവണ, ഓപ്പൺ ദ ഡോർ! ശിവ കഥകിൽ തട്ടി വിളിച്ചു. പക്ഷെ അവൾ തുറക്കുന്നില്ല. പാർവണ, വാതിൽ തുറക്ക്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും കേക്കണ്ട, അവൾ അകത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു. നിന്നോടില്ലടി ഡോർ തുറക്കാൻ പറഞ്ഞേ, അല്ലെങ്കിൽ ഞാനിത് ചവിട്ടി പൊളിക്കും. അതൊരു അലർച്ചയായിരുന്നു. അത് കേട്ടതും പാർവണ പേടിയോടെ വന്ന് ഡോറ് തുറന്നു. ഡോറ് തുറന്നതും ശിവ കാണുന്ന കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന പാർവണയാണ്. എന്താടാ? അവൻ അവളുടെ മുഖം കൈകളിലെടുത്ത് കണ്ണുനീർ തുടച്ചുകൊണ്ട് ചോദിച്ചു. അത് കേട്ടതും പാർവണ വിതുമ്പിക്കൊണ്ട് അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. എന്തെന്നോട് പറയാണ്ട് പോയെ? എന്നെ അവിടെ ഒറ്റയ്ക്കാക്കിയത് എന്തിനാ? അവൾ വിതുമ്പിക്കൊണ്ട് തന്നെ ചോദിച്ചു. സോറി പാർവണ, എൻ്റെ അപ്പോഴത്തെ സിറ്റുവേഷൻ അതായിരുന്നു. അതിന് കാരണം നീ തന്നെയാണ്. എനിക്ക് വന്ന കോള് നീ എന്തിനെടുത്തേ? അതല്ലേ ശിവാനി ഇവിടേക്ക് വന്നേ? അതിനെന്താ, ഞാൻ നിന്റെ ഭാര്യയല്ലേ. അപ്പോൾ നിന്റെ ഫോൺ എടുത്തു എന്ന് വെച്ച് എന്ത് സംഭവിക്കാനാ? അതെ, ഞാൻ സമ്മതിച്ചു നീ എൻ്റെ ഭാര്യയാണ്. പക്ഷേ ഇത് ഇവിടെയുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ. എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് എൻ്റെ വിവാഹത്തെക്കുറിച്ച് അറിയില്ല. അവരെല്ലാവരും ഞാനും ശിവാനിയും തമ്മിലുള്ള കല്യാണത്തിനാണ് കാത്തിരിക്കണേ. ഇന്നലെ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ അവർക്ക് സംശയം തോന്നിക്കാണും. അതാണ് ശിവാനിയെ അവർ ഇവിടേക്ക് പറഞ്ഞു വിട്ടത്. അപ്പോൾ നിനക്ക് തുറന്നു പറഞ്ഞുകൊണ്ട് അതിൻ്റെ വീട്ടുകാരോട് നമ്മുടെ കല്യാണക്കാര്യം? അതിന് കഴിയില്ലേ പാർവണ. അതെന്താ? എൻ്റെ ഡാഡി തന്നെ, അയാൾ എന്തു ചെയ്യാൻ മടിയില്ലാത്തവനാണ്. എനിക്ക് പ്രിയപ്പെട്ടവരെ എല്ലാം അയാൾ എന്നിൽ നിന്ന് അകറ്റിയിട്ടേ ഉള്ളൂ. മാത്രമല്ല, ഇത് അയാൾ അറിഞ്ഞാൽ അത് കൂടുതൽ ഭാവിക്കുന്നത് ദേവയാണ്. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. 2 വർഷം മുമ്പാണ് ദേവയുടെ അച്ഛൻ മരിക്കുന്നത്. അച്ഛൻ മരിക്കുന്ന സമയത്ത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. രാമച്ചൻ്റെ അവസ്ഥയും എൻ്റെ കൗൺസിലിങ്ങും ട്രീറ്റ്മെൻറ്റും ഒക്കെ നടക്കുന്ന സമയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ദേവിയുടെ തലയിലായി. അവൻ MBA കഴിഞ്ഞിറങ്ങിയ സമയമായിരുന്നു അത്.
പഠിച്ച സർട്ടിഫിക്കറ്റുകൾ മാത്രം കയ്യിലുള്ളത് കൊണ്ട് ബിസിനസ് മുന്നോട്ട് പോവില്ലല്ലോ. അതിന് പണം തന്നെ വേണം. ആ സമയം ദേവയെ സഹായിച്ചത് അയാളാണ്, എൻ്റെ തന്ത. അതുകൊണ്ട് കമ്പനിയുടെ ഓണർഷിപ്പ് അയാളുടെ പേരിലാണ്. അതുകൊണ്ട് എൻ്റെ ഭാഗത്തു നിന്ന് അയാളുടെ ഇഷ്ടങ്ങൾക്ക് എതിരായ ഒരു കാര്യം ഉണ്ടായാൽ അത് ബാധിക്കുന്നത് ദേവയാണ്. അവൻ്റെ ഒരു ആയുഷ്കാലത്തെ അധ്വാനാണ് ആ കമ്പനി. അത് ഒരിക്കലും നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല, ശിവ പറഞ്ഞു. പക്ഷെ ശിവ, ഇന്നല്ലെങ്കിൽ നാളെ നിൻ്റെ അച്ഛനെ എല്ലാ സത്യങ്ങളും അറിയില്ലേ, അപ്പം എന്തു ചെയ്യും? പാർവണ സംശയത്തോടെ ചോദിച്ചു. സത്യങ്ങൾ അയാൾ അറിയുന്നതിന് മുമ്പേ ഓണർഷിപ്പ് ദേവയുടെ പേരിലേക്ക് ആക്കണം. നിൻ്റെ അച്ഛൻ അത്രയ്ക്കും ദുഷ്ടനാണെന്ന് എനിക്ക് തോന്നുന്നില്ല ശിവ. ചിലപ്പോൾ ഇതെല്ലാം നിൻ്റെ തെറ്റിദ്ധാരണ മാത്രമാണെങ്കിലോ? അയാൾക്ക് ദേവ സ്വന്തം മകനെ പോലെയാണ്. എന്നേക്കാൾ സ്നേഹം അയാൾക്ക് അവനോടാണ്. പക്ഷേ എന്നോടുള്ള ദേഷ്യത്തിൻ്റെ പേരിൽ അയാൾ ദേവയെ കരുവാക്കിയെന്ന് വരും. നിങ്ങളുടെ കുടുംബം എന്തെങ്ങനെ ഈ സിനിമയിലുള്ള കഥ പോലെ ഉണ്ടല്ലോ. ഒരു മെഗാ സീരിയലാക്കിയ മിനിമം 5 കൊല്ലത്തേക്കുള്ള കഥയുണ്ട്, പാർവണ ചിരിയോടെ പറഞ്ഞു. പാർവണ, ഈ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ അവളോട് ഹോം നേഴ്സാന്ന് പറഞ്ഞത്. അവൾ ഇവിടെ കൂടിപ്പോയാൽ ഒരാഴ്ച കാണും. അതുവരെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യോ? അവളുടെ മുഖം കൈകളിലെടുത്തുകൊണ്ട് ശിവ ചോദിച്ചു. അത് കേട്ടതും പാർവണ അവൻ്റെ കൈ തട്ടിമാറ്റി അവനെ പിന്നിലേക്ക് തള്ളി. ഒരു ഹോം നേഴ്സിനോട് ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല എന്ന് സാറിന് അറിഞ്ഞൂടെ? ശിവ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അവൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. എനിക്ക് 100 വട്ടം സമ്മതമാണ് ശിവ, നമ്മുടെ ദേവേട്ടന് വേണ്ടിയല്ലേ. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. കണ്ടീഷനോ? എന്ത് കണ്ടീഷൻ? ശിവ സംശയത്തോടെ ചോദിച്ചു. മോറപ്പെണ്ണാന്ന് കരുതി അവളോട് സംസാരിക്കാനോ ഇടപഴകാനോ ഒന്നും നിൽക്കരുത്. അവളിൽ നിന്ന് മിനിമം 3 അടിയെങ്കിലും ഗ്യാപ്പിട്ട് നിൽക്കാൻ പറ്റുള്ളൂ കേട്ടാ. അവളെ നിങ്ങൾ ശിവയെന്ന് വിളിക്കരുത്. പിന്നെ ഞാൻ അവളെന്താ വിളിക്കുക? ചെറുപ്പം മുതലേ ഞാൻ അവളെ അങ്ങനെ വിളിക്കാറുള്ളേ. അത് ചെറുപ്പത്തിലല്ലേ, ഇനി മുതൽ ശിവാനിന്ന് വിളിച്ചാൽ മതി. കണ്ണേട്ടാ! ശിവാനി ശിവയുടെ മുറിയിലേക്ക് വന്നു. ഈ കുട്ടി എന്താ കണ്ണേൻ്റെ മുറിയില്? പാർവണയെ നോക്കി അവൾ സംശയത്തോടെ ചോദിച്ചു. അതെ, എൻ്റെ പേര് കുട്ടി എന്നല്ല, പാർവണ എന്നാണ്. ആ പേര് വിളിച്ചാൽ മതി, പാർവണ ചെറു ദേഷ്യത്തോടെയാണ് പറഞ്ഞത്. ഓക്കെ, പാർവണ എന്തേ ഈ റൂമില്? അവൾ സൗമ്യമായി ചോദിച്ചു. ഇതെൻ്റെ റൂമാണ്. ഞാൻ എൻ്റെ റൂമിലല്ലാതെ വേറെ എവിടെയാണ് നിൽക്കണ്ടേ? അവൾ പുച്ഛത്തോടെ പറഞ്ഞു. ഇതപ്പോ കണ്ണേൻ്റെ മുറിയല്ലേ? അല്ല ശിവ, അല്ല ശിവാനി, ഇത് പാർവണയുടെയാണ്. എൻ്റെ റൂം അപ്പുറത്തേക്ക് ചേഞ്ച് ചെയ്തു. ഐ കാൻ ബിലീവ് ദിസ് കണ്ണേട്ടാ. മറ്റാരെയും ഈ മുറിയിൽ പോലും കയറ്റാത്ത കണ്ണേട്ടൻ ഈ മുറി തന്നെ കൊടുത്തു എന്ന് പറയുമ്പോൾ ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല, അവൾ അത്ഭുതത്തോടെ പറഞ്ഞു. വിശ്വാസം വരുന്നില്ലെങ്കിൽ നീ വിശ്വസിക്കണ്ടടി. ഇവിടെ ആർക്കും നിർബന്ധമില്ല നീ വിശ്വസിക്കണമെന്ന്, പാർവണ ആത്മകഥിച്ചു. ഇപ്പൊ പാർവണ ഈ മുറി യൂസ് ചെയ്തോളൂ. പക്ഷെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾ ഈ റൂമിലേക്ക് തന്നെ തിരിച്ചു വരും. കാരണം എനിക്ക് ഈ റൂമിലെ ഏറ്റവും ഇഷ്ടമുള്ള റൂം ഇതാണ്, ശിവാനി അവളെ നോക്കി പറഞ്ഞു. നീ എന്തെന്നെ വിളിച്ചേ? എന്തെങ്കിലും ആവശ്യമുണ്ടോ? പാർവണയുടെ മുഖം കണ്ട ശിവ വിഷയം മാറ്റാനായി ചോദിച്ചു. ആ, ഞാൻ വന്ന കാര്യം മറന്നു. താഴെ അമ്മ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. കണ്ണേട്ടൻ വാ, പാർവണയും വരൂട്ടോ. അത് പറഞ്ഞ് അവൾ തിരിഞ്ഞു നടന്നു. ഡോറിനരികിലെത്തിയ ശിവാനി തിരികെ നടന്നു വന്ന് ശിവയുടെ അടുത്തെത്തി. അവൾ ഉയർന്ന ശിവയുടെ കവളിൽ ഉമ്മ വെച്ചതിന് ശേഷം ഒരു കള്ളച്ചിരിയോടെ റൂമിന് പുറത്തേക്ക് ഓടിപ്പോയി. അതേസമയം പാർവണ ശിവയെ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കുമായിരുന്നു. ഞാനെന്താടി ചെയ്യാ, അവളല്ലേ? കവളത്ത് കൈവച്ചുകൊണ്ട് ശിവ ദയനീയമായി പറഞ്ഞു. അത് കേട്ട പാർവണ ശിവയുടെ കൈയും പിടിച്ച് ബാത്റൂമിലേക്ക് നടന്നു. ശേഷം ബക്കറ്റിൽ നിറച്ച വെള്ളം അവൾ കപ്പ് കൊണ്ട് കോരി അവൻ്റെ തല ഒഴിയൊഴിച്ചു. എന്താ നീ കാണിക്കുന്നത്? ഞാൻ ഒരു വട്ടം കുളിച്ചതാണ്. അതിനെന്താ? അവൾ നിങ്ങളുടെ കവളിൽ ഉമ്മ വെച്ചില്ലേ? ഇനി നിങ്ങൾ നന്നായി സോപ്പിട്ട് കുളിച്ചിട്ട് താഴേക്ക് വന്നാൽ മതി, അല്ലെങ്കിൽ എൻ്റെ തനി സ്വഭാവം നിങ്ങൾ അറിയും, അവൾ അത് പറഞ്ഞ് താഴേക്ക് നടന്നു. ഇങ്ങനെ കുടിച്ച് നശിക്കാനാണോ കണ്ണാ നിന്റെ ഉദ്ദേശം? നീ അവളെ ഓർത്തിങ്ങനെ കുടിച്ച് കൂത്താടി നടക്കണോ? അവൾ നിന്നെ ഓർക്കുന്നത് പോലും ഉണ്ടാവില്ല, കുടിച്ച് 4 കാലി കയറി വരുന്ന കണ്ണനോട് അമ്മ പറഞ്ഞു. അവൾ എന്നെ ഓർക്കാതിരിക്കുകയേ ചെയ്യട്ടെ, പക്ഷെ എനിക്ക് അവളെ മറക്കാൻ കഴിയില്ല. അത് പറഞ്ഞ് അവൻ റൂമിൽ കയറി ബെഡിലേക്ക് മറിഞ്ഞു. എന്നത്തെയും പോലെ മെസ്സേജ് നോട്ടിഫിക്കേഷൻ ശബ്ദം കേട്ടതും അവൻ വാട്സപ്പ് ഓപ്പൺ ചെയ്തു.
അന്ന് പതിവിന് വിപരീതമായ ഒരു വോയിസ് മെസ്സേജ് ആയിരുന്നു വന്നിരുന്നത്. വോയിസ് മെസ്സേജിന് മുമ്പ് ഒരു ടെക്സ്റ്റ് മെസ്സേജും ഉണ്ട്. നിനക്കായി ഞാനൊരു പ്രണയകാവ്യം എഴുതാം. വരികളിൽ നീ മാത്രം നിറഞ്ഞു നിന്നപ്പോൾ മഷി പറ്റിയ തൂലികയിൽ പിണഞ്ഞ് ശ്വാസം നിലച്ച് പെയ്തൊരൻ പ്രണയകാവ്യം എന്ന് നിന്റെ ആത്മസഖി. കണ്ണൻ താഴെയുള്ള വോയിസ് മെസ്സേജ് ഓപ്പൺ ചെയ്തു. ആദ്യേട്ടാ, എന്തിനാ ഇങ്ങനെ സ്വയം കുടിച്ച് നശിക്കുന്നേ? നിനക്കിപ്പോൾ വിധിച്ചപ്പോൾ സമയമാകുമ്പോൾ നിന്റെ അരികിൽ എത്തിച്ചേരും അവളായിരിക്കും ഇയാളുടെ ജീവനും ജീവിതവും. അതുകൊണ്ട് ഇങ്ങനെ വെറുതെ കുടിച്ച് നശിക്കല്ലേ. അത് കേട്ടതും കണ്ണൻ ആകെ ദേഷ്യം ഇരച്ചു കയറി. അവൻ ആ നമ്പറിലേക്ക് കോൾ ചെയ്തു. പക്ഷേ കോൾ എടുക്കുന്നില്ല. അവൻ വീണ്ടും കോൾ ചെയ്തതിന് രണ്ടാമത്തെ റിങ്ങിൽ കോൾ അറ്റൻഡ് ചെയ്തു. നീ ആരുടെ ദേശം മോളെ എന്നെ ഉപദേശിക്കാൻ? എൻ്റെ ജീവിതം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. ചിലപ്പോൾ കുടിക്കും, ചിലപ്പോൾ മരിച്ചൂന്നിരിക്കും. അതിലൊക്കെ ഇടപെടാൻ നീ ആരടി പുല്ലേ? അവൻ കുഴഞ്ഞ ശബ്ദത്തിൽ അലറി. പക്ഷെ മറുഭാഗത്ത് നിശബ്ദതയായിരുന്നു മറുപടി. എന്താടി, നിന്റെ നാവിറങ്ങിപ്പോയോ? ഇങ്ങനെ കാണാമറയത്തിരിക്കാതെ എൻ്റെ മുമ്പിലേക്ക് നേരിട്ട് വാടി ധൈര്യം ഉണ്ടെങ്കിൽ. ഞാൻ വരാതിയേട്ടാ, പക്ഷേ അത് കുടിച്ച് നശിച്ച് സ്വയം ഇല്ലാതാവുന്ന ആർദ്രനെ അല്ല എനിക്ക് കാണേണ്ടതെന്ന്. ആ പഴയ എൻ്റെ ആദ്യേട്ടനെയാണ്. ഞാൻ ഒരു നാൾ നിന്റെ മുമ്പിൽ നേരിട്ട് വന്നിരിക്കും, ഇതെൻ്റെ ഉറപ്പാണ്. അത് പറഞ്ഞ് അവൾ കോള് കട്ട് ചെയ്തു. അവളുടെ ആദ്യേട്ട എന്ന വിളിയിൽ തന്നെ സ്റ്റക്കായി നിൽക്കുമായിരുന്നു കണ്ണൻ. തന്നെ ഇന്നുവരെ ആദ്യ എന്ന പേര് ആരും വിളിച്ചിട്ടില്ല. ആരവള് മനസ്സിലാവുന്നില്ലല്ലോ. പക്ഷെ ഇതിനു മുമ്പ് എവിടെയോ കേട്ട ശബ്ദമാണ്. എന്നാൽ ആരാന്ന് ഓർമ്മ വരുന്നില്ലല്ലോ. കണ്ണൻ പാതി ബോധത്തോടെ ബെഡിലേക്ക് കടന്നു. മദ്യത്തിന്റെ ലഹരിയിൽ അവൻ പതിയെ ഉറങ്ങി. കുറച്ചുകൂടെ കഴിക്കണേട്ടാ, ശിവാനി ശിവയുടെ പ്ലേറ്റിലേക്ക് ചപ്പാത്തി വെച്ചുകൊണ്ട് പറഞ്ഞു. ശിവാനി അവൻ്റെ അരികിലിരുന്ന് അവന് ഓരോ ഭക്ഷണവും വെള്ളമാക്കി എടുത്തു കൊടുക്കുന്നുണ്ട്. രേവതി ആണെങ്കിൽ മോൾക്കുള്ള ഭക്ഷണം ഒരു ഭാഗത്തിരുന്നു ആരി കൊടുക്കുന്നുമുണ്ട്. ശിവയുടെ പ്ലേറ്റിന് ഓപ്പോസിറ്റായി പാർവണ ഇതെല്ലാം കണ്ട് മുഖം വീർപ്പിച്ചാണ് ഇരിക്കുന്നത്. പട്ടിഷോ, വെറും പട്ടിഷോ. അവനെന്താ എടുത്തു കഴിക്കാറിയില്ലേ? ഇവളെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണേ? എന്നാൽ അവനതൊന്നും ആര് കൊടുത്തുവിട്ടു. പാർവണ പതിയെ പിറുപിറുത്ത് ദേഷ്യം മൊത്തം പ്ലേറ്റിലെ ഫുഡിൽ തീർത്തു. കണ്ണേട്ടാ, ഇതൊന്ന് കഴിച്ചു നോക്കിയേ. അത് പറഞ്ഞ് ശിവാനി ചപ്പാത്തിയും മഷ്റൂം മസാലയും മുക്കി ശിവയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. അതുകൂടെ കണ്ടതും പാർവണ ഫുഡ് കഴിക്കുന്നത് നിർത്തി പ്ലേറ്റും എടുത്ത് അടുക്കളയിലേക്ക് പോയി. മതി, എനിക്കിനി വേണ്ട. അത് പറഞ്ഞ് ശിവയും കഴിക്കൽ നിർത്തി എഴുന്നേറ്റ് പോയി. ശിവാനിയോടുള്ള ദേഷ്യം മുഴുവൻ കഴുകുന്ന പാത്രത്തിൽ തീർക്കുകയാണ് പാർവണ. ആ സമയം രേവതി അവളുടെ അരികിലായി വന്നു. മാറി നിൽക്ക് തുമ്പി, ബാക്കി ഞാൻ കഴുകാം. അയ്യോ, അതൊന്നും വേണ്ട. നീ ഇപ്പോൾ ഒരുപാട് ബിസിയല്ലേ. പോയി ആ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കിട്ടോ. ഇതൊക്കെ ഞാൻ ചെയ്തോളാം, പാർവണ പുച്ഛത്തോടെ പറഞ്ഞു. എന്താടാ ഇത്? ഇത്ര ചെറിയ കാര്യത്തിനൊക്കെ ഇങ്ങനെ പിണങ്ങാണോ? അല്ലെങ്കിൽ ആ കുട്ടി വന്നപ്പോൾ നിനക്ക് എന്നെ വേണ്ടല്ലോ. ഞാനിപ്പോൾ ആരുമല്ല. അവൾ ദേഷ്യത്തിലാണ് പറഞ്ഞു തുടങ്ങിയെങ്കിലും അവസാനിച്ച കരച്ചിലാണ്. അയ്യേ, എൻ്റെ തുമ്പിക്കുട്ടി കരയാണോ? അതൊരു ചെറിയ മോളല്ലേ, അമ്മയെ വിട്ട് ഇത്രയും ദൂരം വന്നതല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് കെയർ ചെയ്തു എന്നുള്ളൂ. അത്രേ ഉള്ളൂടാ. ഇനി ആരൊക്കെ വന്നാലും എൻ്റെ തുമ്പിക്കുട്ടിയാണ് എനിക്ക് ഏറ്റവും വലുത്, അവൾ പാർവണയുടെ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. ആൻറ്റി, ആൻറ്റി ഒന്നും വരുന്നില്ലേ? ശിവാനിയുടെ കൂടെ വന്ന റിയ മോളി ചോദിച്ചു. ദാ ആൻറ്റി ഇപ്പം വരാട്ടോ, മോളുടെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്നുകൊണ്ട് രേവതി പറഞ്ഞു. ഇന്ന് ഞാനും ശിവമേമയും ദേവാൻ്റെയും ഈ ആൻറ്റി ഒരുമിച്ചോ അങ്ങനെ? ആ കുറുമ്പി കൈ കൊട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഏയ് ഞാനില്ല. അത് കേട്ടതും പാർവണ പറഞ്ഞു. അതെന്താടോ, താനും വാ. അത് പറഞ്ഞ് ശിവാനി പാർവണയുടെ കൈ പിടിച്ച് റൂമിലേക്ക് നടന്നു. ഗസ്റ്റ് റൂമിലായിരുന്നു അവർ 4 പേരും കടന്നിരുന്നത്. ആദ്യം തന്നെ ശിവാനിയും മോളും രേവതിയുടെ അപ്പുറത്ത് ഇപ്പുറത്തായി സ്ഥാനം പിടിച്ചിരുന്നു. അത് കണ്ട പാർവണ മനസ്സോടെ മോളുടെ അപ്പുറത്ത് വന്ന് കിടന്നു. ബെഡിൻ്റെ ഏറ്റവും അറ്റത്ത് ശിവാനിയും അതിനപ്പുറത്ത് രേവതി, അതിൻ്റെ അപ്പുറത്ത് മോളും, അറ്റത്തായി പാർവണയാണ് കിടന്നിരുന്നത്. പാർവണ, തൻ്റെ മാരേജ് കഴിഞ്ഞാണോ? ശിവാനി അവൾക്കെതിരെ തിരിഞ്ഞു കിടന്ന് തല ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. അതെ. ഹസ്ബൻഡ് എന്ത് ചെയ്യണു? ആളുടെ ഓട്ടോ ഡ്രൈവറാണ്.
എന്നാൽ ദേവണ്ണോട് പറഞ്ഞു ഓഫീസിൽ നല്ലൊരു ജോബ് വാങ്ങായിരുന്നില്ലേ, അല്ലെങ്കിൽ ഞാൻ ഡാഡിയോട് പറഞ്ഞു ഒരു നല്ല ജോബ് ശരിയാക്കി തരാട്ടോ, ശിവാനി പറഞ്ഞു. ശിവാനി എത്ര ദിവസം ഇവിടെ കാണും, പാറുണ ചോദിച്ചു. കൂടിപ്പോയ ഒരാഴ്ച, അതിനുള്ളിൽ തിരിച്ചു പോകണം. എനിക്ക് ക്ലാസ് ഉണ്ട്, അത് മിസ് ചെയ്യാൻ പറ്റില്ല. അതിനു മുമ്പ് കണ്ട് മാരേജിനൊന്ന് സമ്മതിക്കണം. ആക്ച്വലി ഞാൻ ഇവിടേക്ക് വന്ന അതിനാണ്. ഒരാഴ്ചത്തെ ടൈം മാത്രമല്ലേ ഉള്ളൂ, അതിനുള്ളിൽ എല്ലാം ഓക്കെ ആക്കണം. എനിക്കതിന് നിങ്ങളുടെ ഹെൽപ്പ് വേണം, എസ്പെഷ്യലി പാർവണയുടെ. ബെസ്റ്റ്, എൻ്റെ ഭർത്താവിനെ കറക്കിയെടുക്കാൻ എൻ്റെ ഹെൽപ്പ് തന്നെ ചോദിക്കണം, പാർവണ ആത്മവദിച്ചു. കുറച്ചു നേരം ശിവാനിയോട് സംസാരിച്ചപ്പോൾ പാർവണയ്ക്ക് അവളോടുള്ള ദേഷ്യമെല്ലാം മാറിയിരുന്നു. അവളൊരു പാവമാണെന്ന് പാർവണയ്ക്ക് മനസ്സിലായി. ആൻറ്റി, അടുത്ത് കിടക്കുന്ന മോള് പാർവണയെ തട്ടി വിളിച്ചു. അപ്പോഴാണ് പാർവണ ആ മോൾ അടുത്ത് കിടക്കുന്ന കാര്യം ഓർത്തത്. ആൻറ്റിയുടെ പേരെന്താ? എൻ്റെ പേര് പാർവണ എന്നാ. മോളുടെ പേരെന്താ? ഇജബെല്ല ആജിയ ജിച്ചൂച്ച, റിയ കുട്ടി എന്ന് വീട്ടിൽ വിളിക്കും, അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. എന്താ? അവൾ മനസ്സിലാവാതെ ചോദിച്ചു. ഇസബെല്ല ആൻഡ്രിയ ഡിസൂസ എന്നാ മോള് പറഞ്ഞേ, ശിവാനി പറഞ്ഞു. ശിവാനിയുടെ ആരായി മോള്? എൻ്റെ ചേച്ചിയുടെ മോളാണ് റിയ കുട്ടി. എനിക്കൊരു കൂട്ടിനെ വിളയും കൂട്ടിക്കൊണ്ടുവന്നേ. ചേച്ചിയുടെ ലവ് മാരേജ് ആയിരുന്നു, ഒരു ഹിന്ദു ക്രിസ്ത്യൻ മാരേജാ, അതാ ക്രിസ്ത്യൻ നെയിം. പാർവണിയുടെ സംശയത്തിന് ഉത്തരം എന്ന പോലെ ശിവാനി പറഞ്ഞു. കുറേ നേരം സംസാരിച്ച് രേവതി, ശിവാനി, റിയ മോള് ഉറങ്ങി. പാർവണിക്ക് മാത്രം ഉറക്കം വന്നില്ല. അവൾ പതിയെ ബെഡിൽ നിന്നും എണീറ്റ് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ഇരുട്ടത്തെ റൂമിൽ നിന്ന് ഇറങ്ങിയ പാർവണ കാല് തെറ്റി സ്റ്റെയറിന് മുകളിൽ നിന്ന് താഴേക്ക് വീണു മരിക്കുന്നു. അപ്പോൾ ശിവാനിയെ കല്യാണം കഴിക്കുന്നു. അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. എങ്ങനെയുണ്ട് ഐഡിയ? നല്ലതല്ലേ? മര്യാദയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്തോ, അല്ലെങ്കിൽ ഞാൻ നാളത്തെ പാർട്ടിൽ പാർവണേനെ കൊല്ലും, നോക്കിക്കോ. അപ്പോൾ ബൈ, ടാറ്റ.